മകന്റെ വിവാഹത്തിന് മാറ്റിവെച്ചിരുന്ന തുക ഉപയോഗിച്ച് നിർധന കുടുംബത്തിന്റെ വീട് വെച്ച് നൽകി വരന്റെ മാതാപിതാക്കൾ. വിവാഹ ദിനം താക്കോൽദാനവും നടത്തി. ആർഭാടം ഒഴിവാക്കി സബ് രജിസ്ട്രാർ ഓഫീസിൽ വിവാഹം രജിസ്റ്റർ മാരേജായാണ് നടത്തിയത്. വരനും വധുവിനും വധുവിന്റെ വീട്ടുകാർക്കും വിവാഹം രജിസ്റ്റർ മാരേജായി നടത്താൻ പൂർണ്ണ സമ്മതമായിരുന്നു. വിവാഹം സിമ്പിളായി നടത്താൻ കഴിഞ്ഞതിൽ സന്തോഷമെന്ന് വരൻ ബിനോയ് പറഞ്ഞു. സിമ്പിൾ ചടങ്ങാണ് താല്പര്യം. അപ്പോൾ ഒരു ഒപ്പം നല്ലൊരു ചടങ്ങാണല്ലോ. അപ്പോൾ എല്ലാവർക്കും ഉപകാരം ഉണ്ടാവുന്ന എന്തെങ്കിലും ഒപ്പം കൂടി ചെയ്യട്ടെ. അത് അത്ര എന്താ പറയുന്നത്, ആർഭാടം പണ്ടേ വേണ്ടെന്ന് വെച്ചാൽ. അപ്പോൾ മൊത്തത്തിൽ നല്ലൊരു അനുഗ്രഹമുള്ള പരിപാടിയായിരിക്കും. വിവാഹം ആർഭാടത്തിൽ നടത്തുന്നത് പണ്ടേ ഇഷ്ടമല്ലായിരുന്നു. ഇതിൽ പരം മറ്റെന്ത് സന്തോഷമെന്ന് മാത്രമായിരുന്നു വധു ചിന്നുവിന്റെ പ്രതികരണം. പണ്ടുതൊട്ടേ അങ്ങനെ ഇഷ്ടമല്ലായിരുന്നു വലിയ ആർഭാടത്തിൽ നടത്തുന്നത്. ഇപ്പോ ഇതാണ് സന്തോഷം. സമൂഹത്തോട് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ ഇരുവരുടെയും മറുപടി ഇങ്ങനെ: ആൾക്കാരുടെ ഒരു ഇൻഡിവിജ്വൽ ചോയ്സ് ആണ്. അവർക്ക് ഇഷ്ടമാണെങ്കിൽ ചെയ്യട്ടെ, ഇല്ല എങ്കിൽ പാരന്റ്സിനെ നിർബന്ധിക്കാതെ പറ്റുന്ന രീതിയിൽ ചെയ്യും. ഒരു ചാരിറ്റി എപ്പോഴും ഒരു നല്ല കാര്യമാണ്. മൂവാറ്റുപുഴ സ്വദേശികളായ സ്കറിയ സാറാമ്മ ദമ്പതികളാണ് മകന്റെ വിവാഹത്തിനായി മാറ്റിവെച്ചിരുന്ന 5,80,000 രൂപ നിരാലംബരായ കുടുംബത്തിന് വീട് നിർമ്മിക്കാൻ നൽകിയത്. അനുഗ്രഹമാണ്, ആ കുടുംബത്തിന് അനുഗ്രഹം ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. ഏത് നിമിഷവും നിലംപൊത്താറായ ഒറ്റമുറി കുടിലാണ് കുടുംബം കഴിഞ്ഞിരുന്നത്. പ്രശസ്ത സാമൂഹ്യ പ്രവർത്തകയും നാരി പുരസ്കാര ജേതാവുമായ പത്തനംതിട്ട സ്വദേശിനി ഡോക്ടർ MS സുനിൽ ടീച്ചറിന്റെ മേൽനോട്ടത്തിലാണ് വീട് നിർമ്മാണം പൂർത്തിയാക്കിയത്. സുനിൽ ടീച്ചർ നിർമ്മിച്ചു നൽകിയ 347ാമത് ഭവനമാണിത്. ഒരു കുടുംബത്തിന് വീടെന്നുള്ള സ്വപ്നം സാക്ഷാത്കരിക്കാനായിട്ട് നിങ്ങൾ കാണിച്ച ഈ നല്ല മനസ്സിന്, പ്രത്യേകിച്ച് നിങ്ങളുടെ പേരൻസും സ്കറിയ സാറിനും അതുപോലെ ടീച്ചറിനും, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപാട് അനുഗ്രഹം നമ്മൾ പ്രാർത്ഥനയൊക്കെ ഉണ്ട്. 3 മുറികൾ, അടുക്കള, ഹാൾ, ശുചിമുറി, സിറ്റൌട്ട് ഉൾപ്പെടെ 750 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള വീടാണ് നിർമ്മിച്ചു നൽകിയത്. താക്കോൽദാനത്തിന് ശേഷം ഏറെ സംതൃപ്തിയോടെയാണ് വരനും വധുവും മാതാപിതാക്കളും മടങ്ങിയത്. റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.